അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? മനസ്സിലാകാത്ത മട്ടിൽ രജനി ചോദിച്ചു. കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുമല്ലേ അവൾ. അതിൻ്റെ മനോവിഷമം കാണും. എവിടെയെങ്കിലും ഒന്ന് പറ്റിക്കൂടാൻ ആഗ്രഹം കാണും. ആണുങ്ങൾ കണ്ണും കൈയും കാണിച്ച് പുറകെ കൂടും. കാര്യം കണ്ടിട്ട് അവർ പൊടിയും തട്ടി അങ്ങ് പോകും. സുമതി പറഞ്ഞത് കേട്ട് രജനി ഞെട്ടി. ആരുടെ കാര്യമാണ് അമ്മീ പറയുന്നത്? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സകല സമയവും അവൾ മൊബൈൽ ഫോണിലല്ലയോ? നീയും അത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. ചേച്ചി കൂട്ടുകാരികളെയൊക്കെ അമ്മയെ വിളിക്കുന്നത്. എനിക്കറിയാതൊക്കെ, അവൾ സുജാതയെ ന്യായീകരിച്ചു. പകൽ മുഴുവൻ അവരുടെ കൂടെ നിന്നിട്ടല്ലയോ അവൾ വരുന്നത്. പിന്നെന്താ രാത്രിയിലും ഇത്ര സംസാരിക്കാൻ? രജനി മിണ്ടിയില്ല. എന്തോ ചുറ്റിക്കളിയുണ്ട്. ഒരു ദിവസം കയ്യോടെ പിടികൂടു ഞാൻ. സുമതി പല്ലുകൾ ഞെരിച്ചു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കരുതോ അമ്മേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ ലക്ഷം എടുക്കാൻ? പരിഹാസത്തോടെ സുമതി ചോദിച്ചു. പിന്നെ അമ്മയുടെ മക്കൾ നിത്യകന്യകളായിട്ട് നിന്നോട്ടെന്നാണോ? രജനി തിരിച്ചു ചോദിച്ചു. എന്നാലും ഒരു തെറ്റുമില്ല. പിഴച്ചു പോയാൽ കത്തിച്ചു കളയും. ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുമ്പം എനിക്ക് വയസ്സ് 32. നല്ല പ്രായം. എന്നിട്ടും ഒരുത്തനെ ഞാൻ എൻ്റെ മുറ്റത്ത് കയറ്റിയിട്ടില്ല. മനസ്സിലായോടി? അവൾക്ക് ഉത്തരമില്ലായിരുന്നു. ഹേമന്ത് ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാ. ഒരു തരി പൊന്നു പോലും വേണ്ട. കാൽക്കാശ് സ്ത്രീധനം വേണ്ട. അമ്മയ്ക്ക് എന്താ അത് നടത്തിയാൽ? ഞാനെങ്കിലും രക്ഷപ്പെടത്തില്ലേ? എങ്കിലും അവൾ ചോദിച്ചു. മൂത്തതിനെ നിർത്തിയിട്ട് ഇളയതിൻ്റെ കല്യാണം ഞാൻ നടത്തത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചാകണം. അമ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹേമേട്ടൻ വന്ന് വിളിക്കുമ്പോൾ തൻ്റെ അടുത്തോടെ ഇറങ്ങിപ്പോകണം. പക്ഷേ ഹേമേട്ടൻ അതിന് തയ്യാറാവണം. അത് പ്രശ്നമുള്ള കാര്യമല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ ഈ നാട്ടിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. നാളെ ഹേമേട്ടനെ വിളിക്കണം. ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് പറയണം. അധികം വൈകാൻ പാടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ വെട്ടിക്കൊന്നു കളയും. അന്ന് സുജാത വന്നപ്പോൾ 8 മണി കഴിഞ്ഞു. പതിവ് സമയമായതുകൊണ്ട് സുമതി ഒന്നും മുഖം കറുത്ത് പറഞ്ഞില്ല. ശമ്പളം കിട്ടുന്നതിൻ്റെ പകുതിയും അവൾ അമ്മയെ എല്ലാ മാസത്തിലും ഏൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം സുജാതയും രജനിയും അവരുടെ മുറിയിലെത്തി വാതിലടച്ചു. ചേച്ചിക്കൊരു സൂചന കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് രജനിക്ക് തോന്നി. ചേച്ചി, ഇന്നൊരു സംഭവം നടന്നു. അവൾ മുഖവുരയായി പറഞ്ഞു. എന്താ? ഒരാൾ ഇന്ന് തന്നെ പെണ്ണ് ചോദിക്കാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ടു. ആര്? ആശ്ചര്യത്തോടെ സുജാത ചോദിച്ചു. ഹേമന്തിനെ കുറിച്ച് രജനി അവളോട് സകലതും പറഞ്ഞു. അമ്മ അയാളെ തിരിച്ചയച്ച രീതി ഒട്ടും ശരിയായില്ല. ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങാൻ പാടില്ല മോളെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുജാത പറഞ്ഞു. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി. ചേച്ചിയെ നിർത്തിയിട്ട് അഞ്ചത്തിയുടെ കല്യാണം നടന്നാൽ എല്ലാവരും അമ്മയെ പഴിക്കുകയുള്ളൂ. ശരിയാ, എന്നാലും ഒരാളുടെ വിവാഹം കഴിഞ്ഞാൽ അത്രയും ഭാരം അമ്മയ്ക്ക് തലയിൽ നിന്ന് ഇറക്കി വയ്ക്കാമല്ലോ. അതമ്മ മനസ്സിലാക്കുന്നില്ല. നാട്ടുകാർ എന്തു പറയുമെന്ന അമ്മയുടെ വിചാരം. പണമോ സ്വർണമോ മോഹിച്ചല്ല ഹേമേട്ടൻ എന്നെ സ്നേഹിച്ചത്. നമ്മളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രം മതിയെന്ന അപ്പോഴും ഇപ്പോഴും ഹേമേട്ടൻ പറയുന്നത്. നാളെ ഞാൻ അമ്മയോട് പറയാം മോളെ. ഉടനെ എനിക്ക് കല്യാണം വേണ്ടാന്ന്. അന്നേരം അമ്മയ്ക്ക് കൂടുതൽ സംശയമാകും ചേച്ചിയെക്കുറിച്ച്. എങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, വീട്ടുകാർക്ക് പേരുദോഷമുണ്ടാക്കുന്ന വിധത്തിൽ നീ ഒന്നും ചെയ്യരുത്, സുജാത പറഞ്ഞു. രജനി ഒന്ന് ഞെട്ടി. ചേച്ചി, അയാൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ 4 പേരറിഞ്ഞ് അന്തസ്സായി കല്യാണം കഴിച്ച് കൊണ്ടുപോട്ടെ. അല്ലാതെ ആരോടും പറയാതെ രഹസ്യമായി ചെന്ന് രജിസ്റ്റർ മാരേജ് നടത്തി അയാളോടൊപ്പം ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ഇല്ല ചേച്ചി, ആ ചേട്ടനെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. വീണ്ടും വന്ന് അമ്മയെ കണ്ട് സമ്മതം ചോദിക്കാൻ ഞാൻ പറയാം. അന്നേരം അമ്മ അനുകൂലമായി നിലപാടെടുക്കാൻ ചേച്ചി സഹായിക്കണം, രജനി അപേക്ഷിച്ചു. അക്കാര്യത്തിൽ നിനക്കൊരു വേവലാതിയും വേണ്ട. അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. സുജാത ഉറപ്പ് പറഞ്ഞപ്പോൾ സമാധാനമായി. പക്ഷേ താൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. ചേച്ചിക്കും വേണ്ട കല്യാണം. ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യം പറയുമോ? എന്താ? ചേച്ചി ചേച്ചി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? രജനിയുടെ ചോദ്യം കേട്ട് സുജാത ഒന്ന് ചിരിച്ചു. എനിക്ക് വല്ല പ്രേമബന്ധവും ഉണ്ടെന്നാണോ നീ ചോദിച്ചത്? അതെന്നർത്ഥത്തിൽ അവൾ തലകുലുക്കി. എന്താ നീ അങ്ങനെ ചോദിച്ചേ? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചി മിക്കപ്പോഴും മൊബൈലിൽ സംസാരിക്കുന്നത് അമ്മയ്ക്ക് സംശയമുണ്ടാക്കിയിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? എനിക്ക് ധാരാളം കൂട്ടുകാരികളുണ്ട്. അതേപോലെ തന്നെ കൂട്ടുകാരന്മാരും. വെറും കൂട്ടുകാരന്മാർ? കല്യാണം കഴിക്കാത്ത കൂട്ടുകാരന്മാരുമുണ്ട്. വിവാഹിതരായ കൂട്ടുകാരന്മാരുമുണ്ട്. പലർക്കും എന്നോട് പ്രേമമാണ്. അവർ കാമുകിയോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കും. അപ്പോൾ കാമുകനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ മറുപടി പറയും. രജനി അത്ഭുതഭാവത്തിൽ അവളെ നോക്കി. ഇതൊക്കെയല്ലാതെ വേറെന്ത് നേരമ്പൊക്കെ മോളെ എൻ്റെ ജീവിതത്തിലുള്ളത്? മിക്കവർക്കും എൻ്റെ മനസ്സ് മാത്രമല്ല, ശരീരവും വേണം. അവരത് പറയാറുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ നിരാശപ്പെടുത്താറില്ല. പക്ഷേ ആ സംസാരം ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട്. എനിക്ക് ചേച്ചിയെ വിശ്വാസമാണ്. നിന്നെ എനിക്കും വിശ്വാസമാണ്. അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. സുജാതയുടെ ആ ഉപദേശം രജനിയെ വീട്ടിലാക്കി. താൻ ഗർഭിണിയാണെന്ന് അമ്മയോ ചേച്ചിയോ അറിഞ്ഞാൽ ഹേമേട്ടന് മാത്രമേ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ. കിടക്കുമല്ലേ? സുജാത ചോദിച്ചു.
അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. സുജാതയുടെ മൊബൈലിൽ അപ്പോൾ ഒരു കോൾ വന്നു. അവൾ അതെടുത്ത് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. അന്നും വൈകുന്നേരം 5:30 മണിയായി. കവിത പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ ഉടൻ തന്നെ മൊബൈൽ എടുത്ത് പ്രസാദ് ചന്ദ്രനെ വിളിച്ചു. പ്രസാദേട്ടാ, ഇറങ്ങാറായോ? ഇല്ല, അരമണിക്കൂർ കഴിയും. 6 മണിയാകുമ്പോൾ വരുമോ? നോക്കട്ടെ. 7 മണിക്കെങ്കിലും ചെന്നാലേ ഡോക്ടറെ കാണാൻ പറ്റൂ. ഓ, ഞാനത് മറന്നു. നീ റെഡിയായി നിൽക്ക്, ഞാൻ വന്നേക്കാം. ശരി. കവിത ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. ഇന്ന് ഡോക്ടർ അനിതയെ കാണാൻ 7 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. സർക്കാർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് അനിത. മകൻ മരിച്ചിട്ട് 2 വർഷം കഴിയുന്നു. 2 കൊല്ലമായി കാത്തിരിക്കുകയാണ് വീണ്ടും ഒരു കുഞ്ഞിനെ കിട്ടാൻ. പക്ഷേ കവിത ഇതുവരെ പിന്നെ ഗർഭം ധരിച്ചിട്ടില്ല. ഒരു ഡോക്ടറെ കണ്ട് കാര്യം അവതരിപ്പിക്കാമെന്ന് അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. ഓഫീസിലെ ശൈലജയാണ് ഡോക്ടർ അനിതയെ കാണാൻ ശുപാർശ ചെയ്തത്. ശൈലജയുടെ അനിയത്തി വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഗർഭം ധരിച്ചിരുന്നില്ല. ഡോക്ടർ അനിതയുടെ ചികിത്സ തേടിയ ശേഷം അവർ ഗർഭിണിയായി. വനിതാ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് ഞാൻ വരില്ല, ഞാൻ വെളിയിൽ നിൽക്കാം, നീ സംസാരിച്ചാൽ മതി. പ്രസാദ് ആദ്യം വിസമ്മതം പറഞ്ഞു. അതെന്താ? സംഭവം സെക്സ് അല്ലേ? ഒരു സ്ത്രീയുടെ മുന്നിലിരുന്ന് ചമ്മാൻ എനിക്ക് വയ്യ. ഒരു പുരുഷ ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അയാളുടെ മുന്നിലിരുന്ന് ഞാനും ചമ്മേണ്ടി വരില്ലേ? അതും ശരിയാണ്. എങ്കിൽ നമുക്ക് ഡോക്ടർ അനിതയുടെ മുമ്പിലേക്ക് തന്നെ പോകാം, കളിമട്ടിൽ അയാൾ പറഞ്ഞു. വീട്ടിലെത്തി വാതിൽ തുറന്ന കവിത ഉടൻ തന്നെ കുളിച്ചു. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ശരീരവൃത്തി വേണമല്ലോ. അവൾ ഈറമുടി ഉണക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് പ്രസാദിൻ്റെ കാർ വന്നു നിന്നത്. എന്തായാലും സമയത്തെത്തി, അത്രയും ആശ്വാസം. പ്രസാദേട്ട വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്, കവിത പറഞ്ഞു. എന്തിനാ കുളിക്കുന്നത്? നമ്മൾ അമ്പലത്തിലേക്കല്ലല്ലോ പോകുന്നത്. അല്ല, ഡോക്ടറെ കാണാനാണ്. ഡോക്ടർക്ക് വിയർപ്പ് നിറയൽ മോശമല്ലേ? അവർ എന്നെയും പരിശോധിക്കുമോ? ഭയം അഭിനയിച്ച് അയാൾ ചോദിച്ചു. അയ്യടാ, ആശ കൊള്ളാം, മിണ്ടാതിരുന്നവിടെ. ചിരിച്ചുകൊണ്ട് പ്രസാദ് കുളിക്കാൻ പോയി. ഡോക്ടർ അനിതയുടെ വീട്ടുമുറ്റത്ത് അവിടെ കാർ ചെന്ന് നിന്നപ്പോൾ 7 മണിയാകാൻ 10 മിനിറ്റ്. 2-3 പേർ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൻ്റെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പ്രസാദും കവിതയും അവിടെ ചെന്ന് ഒഴിഞ്ഞ കസേരകളിലിരുന്നു. 7 മണിയായപ്പോൾ കവിതയുടെ പേര് വിളിച്ചു. അവർ അകത്തേക്ക് കയറി ചെന്നു. സുന്ദരിയായ ഒരു മധ്യവയസ്കയായിരുന്നു ഡോക്ടർ അനിത. ബോർഡറുള്ള കോട്ടൺ സാരിയും നെറ്റിയിലെ വലിയ പൊട്ടും അവർക്കൊരു പ്രത്യേക സൗന്ദര്യം നൽകിയിരുന്നു. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. 2 പേരും എതിരെയുള്ള കസേരയിലിരുന്നു. കവിതയ്ക്ക് എന്താണ് പ്രോബ്ലം? സൗമ്യമായ സ്വരത്തിൽ ഡോക്ടർ ചോദിച്ചു. പ്രോബ്ലം ഞങ്ങൾക്ക് 2 പേർക്കുമാണ് ഡോക്ടർ, പ്രസാദ് പറഞ്ഞു. എങ്കിൽ പറയൂ, അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു മോനുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടു. എങ്ങനെ? ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഓ, ഐ ആം സോറി. രണ്ടാമത്തെ ഡോക്ടർ അവരെ നോക്കി. 2 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞിനെ കിട്ടിയില്ല. അതിനു വേണ്ടിയാണ്. മനസ്സിലായി എന്ന മട്ടിൽ ഡോക്ടർ മെല്ലെ തലകുലുക്കി. നേരത്തെ ഇതിനുവേണ്ടി ഏതെങ്കിലും ഡോക്ടറെ സമീപിച്ചിരുന്നോ? അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ഇന്നൊരു ഡോക്ടറെ ഇക്കാര്യത്തിന് വേണ്ടി കാണാൻ വരുന്നത്. ശരി, ഇപ്പോൾ ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് നേരത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്ന സ്ഥിതിക്ക് 2 ആൾക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു 3 മാസം കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് മതി ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ആവശ്യമില്ലാതെ പണം കളയേണ്ട കാര്യമില്ലല്ലോ. സാധാരണ ഡോക്ടർമാരിൽ നിന്ന് വ്യത്യസ്തയാണ് ഡോക്ടർ അനിതയെന്ന് പ്രസാദിന് കവിതയ്ക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളൊരു പരീക്ഷണം നടത്തണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, ഡോക്ടർ പറഞ്ഞു. എന്താ ഡോക്ടർ? കവിതയുടെ പീരീഡ്സ് റെഗുലറാണെന്നല്ലേ പറഞ്ഞത്? അതെ, 28 ദിവസം അല്ലെങ്കിൽ 29. ഈ 28ഓ 29ഓ ദിവസങ്ങൾക്കിടയിൽ 2 ദിവസം, അതായത് 48 മണിക്കൂർ മാത്രമേ കവിതയുടെ ശരീരം ഗർഭം ധരിക്കാൻ തയ്യാറായിരിക്കൂ. മനസ്സിലായോ? 2 പേരും തലകുലുക്കി. ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 1-2 തവണ ബന്ധപ്പെടണം. ഈ 48 മണിക്കൂർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടർ? പ്രസാദ് ചോദിച്ചു. പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ കവിതയുടെ കേസിൽ 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും ദിവസം അനുകൂലമായിരിക്കും. 14-ാമത്തെ ദിവസം വന്ന് യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കിയാൽ കൃത്യസമയം പറയാനും പറ്റും. ഡോക്ടർ അനിത വിശദമായി എല്ലാം സംസാരിച്ചു. അത് കേട്ടപ്പോൾ 2 പേർക്കും പ്രതീക്ഷയേറി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കവിത നേരെ കലണ്ടറിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. കഴിഞ്ഞ തവണ പീരീഡ്സ് ആയത് സെക്കൻഡ് സാറ്റർഡേ ദിവസമായിരുന്നു. അവൾ കണക്ക് നോക്കിയപ്പോൾ 26, 27, 28 എന്നിവയാണ് അനുകൂല ദിവസങ്ങൾ. പേനയെടുത്ത് അവൾ ആ 3 തീയതികൾക്ക് ചുറ്റും വൃത്തം വരച്ചു. മനസ്സിലായോ? അവൾ ചോദിച്ചു. മനസ്സിലായേ? നമ്മൾ ഉറങ്ങാത്ത 3 രാത്രികൾ, പ്രസാദ് പറഞ്ഞത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് ശ്രീജ ഹോസ്റ്റലിലെ തൻ്റെ റൂമിലെത്തിയപ്പോഴാണ് ഹേമന്തിൻ്റെ വിളി വന്നത്. ഹലോ. അവൾ ഉടൻ ഫോൺ എടുത്തു. നാളെയാണ് ശനിയാഴ്ച, അയാൾ പറഞ്ഞു. ഓർമ്മയുണ്ട്. രാവിലെ 9 ആകുമ്പോൾ നീ KSRTC സ്റ്റാൻഡിൽ വരണം.
9:30 ഒരു എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. എറണാകുളത്ത് ചെന്നാൽ എപ്പോഴും ഗുരുവായൂർക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കിട്ടും. ഒരു ശ്വാസത്തിൽ ഹേമന്ത് പറഞ്ഞു. ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. മനസ്സിലായി, നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ നിന്നെ തൊടുക പോലും ചെയ്യില്ല, പോരെ? അത് മതി. ശ്രീജയ്ക്ക് സമാധാനമായി. ഇവിടെ വെച്ച് വാക്ക് തന്നിട്ട് അവിടെ ചെന്ന് വാക്ക് തെറ്റിക്കില്ല ഹേമന്ത്. അല്ലെങ്കിൽ തന്നെ താൻ സമ്മതിച്ചിട്ട് വേണ്ടേ? 6 മണിയായപ്പോൾ അവളുടെ റൂംമേറ്റ് വന്ദന വന്നു. താലൂക്ക് ഓഫീസിലാണ് വന്ദനയ്ക്ക് ജോലി, UD ക്ലർക്ക്. നാളെ ഞാൻ വീട്ടിലേക്കൊന്ന് പോകും വന്ദനെ, ശ്രീജ പറഞ്ഞു. വല്ല പെണ്ണ് കാണലിനും മറ്റോ ആണോ? കുസൃതി ചിരിയോടെ വന്ദന ചോദിച്ചു. അയ്യോ അല്ല, രാവിലെ പോയിട്ട് മറ്റന്നാൾ വൈകുന്നേരം വരും. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണം. വരാമോ മോളെ എന്ന് ഇന്ന് ഉച്ചയായപ്പം വിളിച്ചു ചോദിച്ചു. ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. ശനിയാഴ്ച ഞങ്ങൾക്ക് സ്കൂളില്ലല്ലോ. എനിക്കും വല്ല ടീച്ചറായാൽ മതിയായിരുന്നു. ഒക്കെ അക്കരപ്പച്ചയാ വന്ദനെ. വല്ല ഓഫീസിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. പഠിപ്പിച്ചാൽ മാത്രം പോരാ ഇപ്പം സ്കൂളിൽ. എയർ ബാഗിൽ ശ്രീജ 3 ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചു. അവിടെ വെച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ സെറ്റ് സാരി, രാത്രി ധരിക്കാൻ നൈറ്റി, തിരിച്ചു പോരുമ്പോൾ ചുരിദാർ. അയ്യോ, ഹേമന്തിൻ്റെ മുന്നിൽ വെച്ച് എങ്ങനെ ഡ്രസ്സ് മാറും? ഓർത്തപ്പോൾ അവൾക്ക് നാണം വന്നു. മുറിയിൽ നിന്ന് തള്ളി വെളിയിലാക്കിയിട്ട് വേണം. അന്ന് രാത്രിയിൽ ശ്രീജയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ചെയ്യുന്നത് ശരിയാണോ എന്ന ആശങ്കയും. പക്ഷെ അതിനിടയിലും മധുരമായ ഒരു വികാരം കിനിഞ്ഞിറങ്ങാതിരുന്നില്ല. ഒരു പകലും രാത്രിയും ഹേമന്തിൻ്റെ സാമീപ്യം. രാവിലെ കുളിച്ച് വേഷം ധരിച്ച് ഒരുങ്ങി ബാഗുമെടുത്ത് ശ്രീജ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. റോഡിൽ ചെന്നപ്പോൾ അവൾക്കൊരു ഓട്ടോ കിട്ടി. KSRTC സ്റ്റാൻഡിൽ സൂട്ട് കേസുമായി ഹേമന്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഫുൾ സ്ലീവ് ഷർട്ടും പാൻസും കറുത്ത കണ്ണടയും ധരിച്ച് അയാളെ കണ്ടപ്പോൾ ശ്രീജയ്ക്ക് അഭിമാനവും സന്തോഷവും തോന്നി. തൻ്റെ ഹേമന്ത് എത്ര സുന്ദരനാണ്! എറണാകുളം സൂപ്പർഫാസ്റ്റ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അവളെയും കൊണ്ട് ബസ്സിൽ കയറി. 2 പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് അവർക്ക് കിട്ടി. അവളുടെ എയർ ബാഗും അയാളുടെ സൂട്ട് കേസും ലഗേജ് റാക്കിൽ വെച്ചു. പേടിയുണ്ടോ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. അവൾ മൂളി. എൻ്റെ പൊന്നു, പേടിക്കണ്ട. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ബസ് നല്ല വേഗത്തിലാണ് ഓടിയത്. മുന്നിലെ സീറ്റിലായിരുന്നു അവർ. ശ്രീജ തലതിരിച്ച് പിന്നിലേക്കൊന്ന് നോക്കി. അധികം യാത്രക്കാരില്ല. ഭാഗ്യത്തിന് പരിചയമുള്ള ഒരു മുഖവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഹേമന്ത് അവളെ ചുറ്റിപ്പിടിച്ച് ചേർന്നിരുന്നു. നമ്മൾ എറണാകുളത്ത് എപ്പോഴെത്തും? അവൾ ചോദിച്ചു. 12 കഴിയും. നമ്മൾ അവിടെ ഇറങ്ങി ഊണ് കഴിച്ചിട്ട് ഗുരുവായൂർ ബസ്സിൽ കയറും. എപ്പോഴവിടെ എത്തും? 4 മണിക്ക് മുമ്പ് എത്തും. ശ്രീജ പുറത്തേക്ക് നോക്കിയിരുന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറന്ന് മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. ഓർത്തിട്ട് എനിക്ക് പേടി വരുന്നു ഹേമന്ത്, പെട്ടെന്ന് അവൾ പറഞ്ഞു. എൻ്റെ പൊന്നുമോൾ എന്തിനാ പേടിക്കുന്നേ? ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ ഞാനില്ലേ? ഹേമന്ത് അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. എന്നാലും ഞാനൊരു പെണ്ണല്ലേ? ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ മുട്ടിയൊരുമിയിരുന്ന് യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും പരിചയക്കാർ കണ്ടാൽ? ഒരു പരിചയക്കാരും നമ്മളെ കാണാൻ പോകുന്നില്ല. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല ഹേമന്ത്. 1500-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതറിയാമോ? കുട്ടികൾക്കൊക്കെ എന്നെ അറിയാം. പിന്നെ അവരുടെ പേരൻസ്, സ്കൂളിലെ അധ്യാപകർ, അവരുടെ ബന്ധുക്കൾ. ഏത് നാട്ടിൽ ചെന്നാലും അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കാണും. അതായിരുന്നു ശ്രീജയുടെ ഏറ്റവും വലിയ ഭയം. നിൻ്റെ ഹസ്ബൻഡാണ് ഞാനെന്ന് അവർ വിചാരിച്ചോളും. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ നിൻ്റെ ബ്രദറാണെന്ന് വിചാരിച്ചോളും. എന്നാൽ ബ്രദറിനെ പോലെ പെരുമാറ്. മനസ്സിലായില്ല? ബ്രദേഴ്സൊന്നും പെങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കത്തില്ല. ഓ അതോ? പെങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ആങ്ങളെ ആണെന്നേ കാണുന്നവർ വിചാരിക്കൂ. അയാൾ അവളെ അല്പം കൂടി ചേർത്തമർത്തി. ഒരാണും പെണ്ണും ഇതുപോലെ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ വിചാരിക്കത്തില്ല ആങ്ങളെയും പെങ്ങളുമാണെന്ന്. ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ പൊന്നെ. ശ്രീജയ്ക്ക് ആ സംസാരം ഇഷ്ടമായി. അയാളുടെ സാമീപ്യവും സ്പർശനവും അവളെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെ പകൽ നേരത്ത് തൊട്ടിരിക്കുമ്പോൾ മനസ്സും ശരീരവും ഇത്രമാത്രം തരളിതമാകുമെങ്കിൽ രാത്രിയിൽ അടച്ചിട്ട മുറിയിൽ വച്ച് ഹേമന്ത് ഒന്ന് തലോടിയാൽ എന്ത് തന്നെ സംഭവിക്കില്ല. അതോർത്തപ്പോൾ അവളൊന്ന് നടുങ്ങി. ഹേമന്ത്, അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. എന്താ കുട്ടാ? നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. ഗുരുവായൂർക്ക്. അതായത് അമ്പലത്തിലേക്ക്. അതെ, അമ്പലത്തിലേക്ക് പോകുമ്പോൾ മനസ്സിനും ശരീരത്തിനും പരിശുദ്ധി വേണം. വേണ്ടാത്ത ചിന്തകളോ ആഗ്രഹങ്ങളോ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ പിൻവലിച്ച് പരിഭവത്തോടെ ഹേമന്ത് അവളെ കഴിയുന്നത്ര സ്പർശിക്കാതെ ഒതുങ്ങിയിരുന്നു. അയാൾ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ദേഷ്യം വന്നോ? അവൾ ചോദിച്ചു. എനിക്ക് ആരോടും ദേഷ്യമില്ല. പിന്നെന്താ മാറിയിരിക്കുന്നത്? അടുത്തിരുന്നാൽ വേണ്ടാത്ത ചിന്തകളോ ആഗ്രഹങ്ങളോ ഉണ്ടാകും. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചുപോയി. അപ്പോഴാണ് ഹേമന്തിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. എടുത്തു നോക്കിയപ്പോൾ രജനിയാണ് വിളിക്കുന്നത്. അയാളൊന്ന് ഞെട്ടി. കോൾ എടുക്കാതെ അയാൾ ക്യാൻസൽ ബട്ടണിൽ വിരലമർത്തി. പക്ഷേ ഉടൻ തന്നെ അവൾ വീണ്ടും വിളിച്ചു. കോൾ എടുത്തില്ലെങ്കിൽ രജനി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ബോധമില്ലാത്ത വർഗം. കോൾ കട്ട് ചെയ്താൽ സംസാരിക്കാൻ അസൗകര്യമുള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവില്ലാത്ത കഴുതകൾ. സ്വിച്ച് ഓഫ് ചെയ്താൽ സംശയിക്കും. തന്നെയുമല്ല, അതിൻ്റെ പേരിൽ പിന്നീട് ഒരു വഴക്കിനും സാധ്യതയുണ്ട്. ഹലോ,
അയാൾ കോളെടുത്തു. ഹേമട്ടൻ എവിടെയാ? രജനി ചോദിച്ചു. ബസ്സിലാണ്, വീട്ടിലേക്ക് പോകുന്നു. സംസാരം എത്രയും വേഗം അവസാനിപ്പിക്കണം. ശ്രീജ ശ്രദ്ധിക്കും. അവൾക്ക് വല്ലതും മനസ്സിലായാൽ ഓരോ വാക്കും ശ്രദ്ധിക്കണം. എന്താ ഇപ്പം വീട്ടിലേക്ക് പോകുന്നത്? നാളെ ഞായറാഴ്ചയല്ലേ, ഇടയ്ക്കൊക്കെ അച്ഛനെയും അമ്മയെയും ചെന്ന് കാണണ്ടേ? പോയിട്ട് എന്ന് വരും? തിങ്കളാഴ്ച വരും. ബസ്സിൻ്റെ ഇരമ്പിൽ കാരണം രജനിയുടെ സംസാരം ഒരു കാരണവശാലും ശ്രീജ കേൾക്കാൻ സാധ്യതയില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. എനിക്ക് ഹേമേട്ടനെ അത്യാവശ്യമായി ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്ത് വരും, ആ സമയത്ത് കാണാം. എന്ന് വരും? ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ? പുതിയ ഓർഡർ വല്ലതുമുണ്ടോ? ശ്രീജ കേൾക്കാൻ വേണ്ടിയായിരുന്നത്. അവൾക്ക് സംശയമുണ്ടാകരുതല്ലോ. ബിസിനസ് സംബന്ധിച്ചുള്ള വിളിയാണെന്ന് അവൾ വിചാരിച്ചോട്ടെ. ഓർഡറിൻ്റെ കാര്യത്തിനൊന്നുമല്ല, നമ്മുടെ കാര്യം സംസാരിക്കാനാ. അറിയാമല്ലോ, വയറ്റിലൊരു ടൈം ബോംബുമായിട്ടാണ് ഞാനിപ്പം ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റൂ. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ വരുന്നുണ്ട്, ഓക്കെ? അയാൾ കോൾ കട്ട് ചെയ്തു. രജനിയുടെ കാര്യത്തിൽ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് അവൾ പറയുന്ന ടൈം ബോംബ് നിർവീര്യമാക്കുക. ഇത്തിരി പണച്ചെലവ് വരും, അത് കാര്യമാക്കാനില്ല. ചെലവ് ചെയ്യാനല്ലേ നമ്മൾ പണമുണ്ടാക്കുന്നത്, സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനും. ഇപ്പോൾ തന്നെ ഈ ഗുരുവായൂർ യാത്രയ്ക്ക് കുറഞ്ഞത് ഒരു 3000 രൂപയെങ്കിലും ചിലവ് വരും. അത് കാര്യമാക്കാനുണ്ടോ? ആരും ചുംബിച്ചിട്ടില്ലാത്ത ഒരു സുന്ദരി പെണ്ണിനെയല്ലേ ഒരു രാത്രി മുഴുവൻ കയ്യിൽ കിട്ടുന്നത്? ശ്രീജയുടെ നേർക്ക് നോക്കുക പോലും ചെയ്യാതെ അവളെ സ്പർശിക്കാതിരിക്കാൻ ശ്രമിച്ച് ഹേമന്ത് പിണക്കം നടിച്ച് ബലം പിടിച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് പൊറുതിമുട്ടി. ഹേമന്ത്, അവൾ വിളിച്ചു. അയാൾ കേട്ടില്ലെന്ന മട്ടിലിരുന്നു. അവൾ അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഹേമന്ത്! അയാൾ മുഖം തിരിച്ച് ഗൗരവഭാവത്തിൽ അവളെ നോക്കി. എന്ത് വേണം? ഒട്ടും ഭയമില്ലാത്ത സ്വരത്തിൽ അയാൾ ചോദിച്ചു. ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാനാണോ ഗുരുവായൂർക്ക് പോകാൻ എന്നെ വിളിച്ചേ? സങ്കടത്തോടെ അവൾ ചോദിച്ചു. സന്തോഷത്തോടെ പോകാനും സ്നേഹത്തോടെ പെരുമാറാനുമാ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ നിനക്ക് സമ്മതമല്ലല്ലോ. എനിക്ക് സമ്മതമാ. എന്ത് സമ്മതമാണെന്ന് ഉറപ്പാക്കാനായി അയാൾ ചോദിച്ചു. സ്നേഹത്തോടെ പെരുമാറാൻ. ഹേമന്ത് ഒന്ന് പുഞ്ചിരിച്ചു. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ മോളെ? എന്നായാലും നീ എൻ്റെ ഭാര്യയാകാനുള്ളതാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ളവരാ. നീ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ളതാ. പെട്ടെന്ന് ശ്രീജയ്ക്ക് നാണം വന്നു. മതി, കൂടുതലൊന്നും പറയണ്ട. അവൾ മുഖം കുനിച്ചു. അയാൾ വീണ്ടും അവളുടെ പിന്നിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അയാളുടെ കൈവിരലുകൾ അവളുടെ മാറിടത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾ അറിയാതെ ഒന്ന് പുളഞ്ഞു. കളിയും ചിരിയും തൊടലും തലോടലുമായി യാത്ര സന്തോഷകരമായി തുടർന്നു. ബസ് എറണാകുളത്ത് എത്തിയപ്പോൾ മണി 12:15. നമുക്ക് ഊണ് കഴിച്ചിട്ട് അടുത്ത ബസ് പിടിച്ചാൽ മതി, ഹേമന്ത് പറഞ്ഞു. അവൾ മൂടി. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അവർ ഊണ് കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് ഹേമന്തിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. വീണ്ടും രജനി വിളിക്കുകയാണോ എന്ന് അയാളൊന്ന് ഭയന്നു. പക്ഷേ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അച്ഛൻ്റെ നമ്പറാണ് തെരഞ്ഞു നിന്നത്. ഈ നേരത്തെ എന്തിനാണ് അച്ഛൻ? ഹലോ അച്ഛാ. അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. അച്ഛനല്ല മോനെ, അമ്മയാ. നീ ഇപ്പോൾ എവിടെയാ? ഓമനെ അമ്മ ചോദിച്ചു. എറണാകുളത്താണ് അമ്മേ. നീ വേഗം ഇങ്ങോട്ട് വാ മോനെ. അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയാളൊന്ന് പകച്ചു. എന്തു പറ്റി അച്ഛന്? 11 മണിയായപ്പം നെഞ്ചുവേദന പോലെ തോന്നി. ഗ്യാസിൻ്റെ ആയിരിക്കും. കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ചിട്ടും വേദനയ്ക്കൊരു കുറവും ഉണ്ടായില്ല. തെക്കേതിലെ സതീശിൻ്റെ കാറിൽ ഞങ്ങൾ മദാമയുടെ ഹോസ്പിറ്റൽ ചെന്നപ്പം അവിടെ ECG എടുത്തു. അറ്റാക്കാന്നാ പറഞ്ഞത്. അപ്പം തന്നെ ICUവിൽ കയറ്റി. മോൻ എത്രയും പെട്ടെന്ന് വാ. ഹേമന്ത് തളർന്നു പോയി. പദ്ധതികൾ മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. എന്തു പറ്റി ഹേമന്ത്? അയാളുടെ മുഖം വിളറിയതുപോലെ കണ്ട് ശ്രീജ തിരക്കി. അച്ഛന് അറ്റാക്ക്, ഹോസ്പിറ്റലിലാണ്, ICUവിൽ. അമ്മയെ വിളിച്ചത്. അയ്യോ, ഇനി എന്തു ചെയ്യും? യാത്ര മുടങ്ങിയതിൽ സന്തോഷവും ഹേമന്തിൻ്റെ അച്ഛന് അറ്റാക്ക് വന്നതിൽ ദുഃഖവും ഒരേ സമയത്ത് അവൾക്ക് അനുഭവപ്പെട്ടു. നമുക്ക് തിരിച്ചു പോകാം, അയാൾ പറഞ്ഞു. അച്ഛൻ ഏത് ഹോസ്പിറ്റലിലാണ്? അവൾ ചോദിച്ചു. നാട്ടിൽ തന്നെ, ടൗണിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഇവിടുന്ന് നേരിട്ട് ബസ് കിട്ടുമോ? കിട്ടും. എങ്കിൽ ഞാനും വരാം, നമുക്കൊന്നിച്ച് പോകാം. എനിക്ക് കാണാമല്ലോ അവരെയൊക്കെ. അത് വേണ്ട, നിനക്കിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. തന്നെയുമല്ല, ഈ സമയത്താവണ്ട എൻ്റെ അച്ഛനെയും അമ്മയെയും കാണുന്നത്. അയാൾ അനുകൂലിച്ചില്ല. അവർ തിടുക്കത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. നിനക്ക് ഒറ്റയ്ക്ക് പോകാമല്ലോ? ഹേമന്ത് ചോദിച്ചു. പോകാം. 5 മണിക്ക് മുമ്പ് അങ്ങ് ചെല്ലുമല്ലോ. ആദ്യം വന്ന ബസ് ശ്രീജയ്ക്കുള്ളതായിരുന്നു. നീ പോയിക്കോ, അയാൾ പറഞ്ഞു. ഹേമന്തിൻ്റെ ബസ് വന്നിട്ട് പോയാലും മതി എനിക്ക്. അത് വേണ്ട, ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട. കിട്ടുന്ന ബസ്സിൽ കയറി ഇറങ്ങിയാണേലും ഞാൻ പോയിക്കോളാം. ശ്രീജ ചെന്ന് ബസ്സിൽ കയറി. ഏകനായി നിൽക്കുന്ന ഹേമന്തിനെ കണ്ടപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പാവം ഹേമന്ത്. ശ്രീജ കയറിയ ബസ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. രജനിക്ക് അന്ന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹേമട്ടൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ സ്വരത്തിൽ ഒരു താല്പര്യമില്ലായ്മയുണ്ടെന്ന് അപ്പോൾ തന്നെ അവൾക്ക് തോന്നാതിരുന്നില്ല. നാളെ ഞായർ, തിങ്കളാഴ്ച വന്ന് വീണ്ടും അമ്മയെ കണ്ട് സംസാരിക്കട്ടെ. ചേച്ചിക്ക് ഉടൻ കല്യാണം വേണ്ടെന്ന് അമ്മയോട് പറയിപ്പിക്കണം.
തൻ്റെ കല്യാണം ആദ്യം നടത്തിക്കൊള്ളാൻ ചേച്ചി പറഞ്ഞാൽ അമ്മ പിന്നെ എതിർക്കാൻ സാധ്യതയില്ല. അവൾ ഇരുട്ടിൽ തലയുയർത്തി നോക്കി. സുജാത ചേച്ചി ശാന്തയായി ഉറങ്ങുന്നു. അല്പം മുമ്പ് വരെ ചേച്ചി ആർക്കൊക്കെയോ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. 11 മണിക്കും കൂട്ടുകാർ ഉണർന്നിരിക്കുന്നു. പലതും ആലോചിച്ച് കിടന്ന് രജനി പാതിരാവ് കഴിഞ്ഞപ്പോൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ അവൾ ഉണർന്നപ്പോഴേക്ക് സുമതി കുളിച്ച് വേഷം മാറി തൃപ്പൂണിത്തറയിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. പൂർണ്ണത്ര യേശുവിനെ കണ്ട് തൊഴണം. ഒരു ഞായറാഴ്ചയും അമ്മ വീട്ടിലിരിക്കാറില്ല. അതുകൊണ്ടാണല്ലോ. സുജാത രാവിലെ ദോശയും ചട്നിയും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ചായയും കുടിച്ച് സുമതി പോയി. 10 മണിയായപ്പോൾ സുജാത പോകും. 11 മുതൽ 3 വരെയാണ് അവൾക്ക് പാരലൽ കോളേജിലെ ക്ലാസ്. രാവിലെ പല്ല് ബ്രഷ് ചെയ്തപ്പോൾ രജനിക്ക് മനം പുരട്ടി വന്നു. അവൾ ഭയന്നു പോയി. ഇനി എന്നും രാവിലെ ഓക്കാനമുണ്ടായാൽ അമ്മാത്ര മണ്ടിയൊന്നുമല്ല. പ്രശ്നം ഗുരുതരമാണെന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചിയോടെങ്കിലും എല്ലാം തുറന്നു പറയുന്നതാണ് ബുദ്ധി. സുജാതയോടൊപ്പമാണ് അവൾ പ്രാതൽ കഴിക്കാനിരുന്നത്. ചേച്ചിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? അടുത്ത മാസം പരീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ മാസം കൂടി പോയാൽ മതി. അമ്മ വരുമ്പോൾ കല്യാണക്കാര്യം ചേച്ചിയൊന്ന് പറയണേ. ആരുടെ കല്യാണക്കാര്യം? എൻ്റെയും ചേച്ചിയുടെയും. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ കല്യാണം നടത്താതെ അമ്മ എൻ്റെ കല്യാണം ആലോചിക്കുക പോലുമില്ല. അത് സാരമില്ല, അമ്മ വരുമ്പോൾ ഞാൻ പറയാം. എനിക്കൊരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ചേച്ചി? രജനിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഒന്ന് മൂളിയാൽ എന്നെ കെട്ടാൻ തയ്യാറായി 3 or 4 പേരെങ്കിലും വരും. പക്ഷേ അവരെയൊന്നും എനിക്ക് വേണ്ട. കൂട്ടുകൂടാൻ മാത്രം മതി അവരെ. സുജാത ദോശയുടെ മീതയ്ക്ക് കുറച്ച് ചട്നി കൂടി ഒഴിച്ചു. ഹേമന്തിനെ തന്നെ കിട്ടിയാലേ എനിക്ക് പറ്റൂ, രജനി പറഞ്ഞു. അതിനിപ്പം ആരും എതിരൊന്നും പറഞ്ഞില്ലല്ലോ. എത്രയും വേഗം വേണം ചേച്ചി, അല്ലെങ്കിൽ കുഴപ്പമാകും. എന്തു കുഴപ്പം? ഗൗരവത്തിൽ അവൾ ചോദിച്ചു. ചേച്ചി എന്നെ വഴക്കു പറയരുത്. ഇല്ല, കുറ്റപ്പെടുത്തിയാലും എന്നെ തള്ളി പറയരുത്. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുജാതയ്ക്ക് ആദിയായി. ഞാൻ പ്രഗ്നൻ്റ് ആണ്, രജനി വിക്കി വിക്കി പറഞ്ഞു. സുജാത നടുങ്ങിപ്പോയി. എന്താ നീ പറഞ്ഞത്? നീ ഗർഭിണിയാണെന്നോ? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. അതേ എന്ന അർത്ഥത്തിൽ രജനി ദുർബലമായി തലകുലുക്കി. പെട്ടെന്ന് എച്ചിൽ കൈക്കൊണ്ട് സുജാത അവളുടെ കവളത്ത് ആഞ്ഞടിച്ചു. എടി ഒരുമ്പെട്ടവളെ, നീ ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ ദിവസവും രാവിലെ വേഷം കെട്ടിയിറങ്ങിയത്? അമ്മ ഇത് വലുതറിഞ്ഞാൽ ആ നിമിഷം ഹൃദയം പൊട്ടി മരിക്കുമല്ലോടി. ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? എൻ്റെ ചോറ്റാനിക്കര ഭഗവതി. സുജാത അവളെ തലങ്ങും വിലങ്ങും തല്ലി. പുറത്തൊന്നും പറയാതെ പ്രതിഷേധിക്കാതെ രജനി എല്ലാം കൊണ്ടു. അവനറിയാമോ ഇക്കാര്യം? ആദ്യത്തെ ക്ഷോഭം അല്പമൊന്ന് അടങ്ങിയപ്പോൾ സുജാത ചോദിച്ചു. അറിയാം, ഞാൻ പറഞ്ഞു. അവനെന്ത് തീരുമാനിച്ചു? എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി അമ്മയെ കാണാൻ വന്നത്. പക്ഷെ അമ്മ പറഞ്ഞത്. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എത്രയും വേഗം നിൻ്റെ കല്യാണം നടത്തണം. ഇതിപ്പോൾ എത്ര മാസമായി? 2. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഒന്നുകിൽ അടുത്ത ആഴ്ച, അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച. ചെറിയ രീതിയിൽ മതി. അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് നല്ലത്. അതാ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. നീ അവനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് ഫോൺ എനിക്ക് താ, ഞാൻ സംസാരിക്കാം. രജനി മൊബൈൽ എടുത്ത് ഹേമന്തിനെ വിളിച്ചു. ഹലോ. അയാൾ ഫോൺ എടുത്തു. നാളെ വരുമോ ഇങ്ങോട്ട്? ഇല്ല, വരാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. ഒട്ടും സന്തോഷത്തോടെയല്ലായിരുന്നു സംസാരം. അതെന്താ? ഞാനിപ്പം നാട്ടിലാ. ഇന്നലെ അച്ഛനൊരു അറ്റാക്ക് വന്നു. ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ICUവിലാണ്. സീരിയസ് ആണോ? ആന്തലോടെ അവൾ ചോദിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹേമേട്ടാ, അപ്പോൾ നമ്മുടെ കല്യാണം? ഇടനെഞ്ച് പൊട്ടി അവൾ ചോദിച്ചു. ഈ അവസരത്തിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. അച്ഛൻ രക്ഷപ്പെട്ടാൽ 1 മാസം എങ്ങനെ കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ 1 കൊല്ലം കഴിയാതെ. രജനിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വഴുതി താഴേക്ക് വീണു. അവൾ ബോധരഹിതയായി നിലംപതിച്ചു. സുജാത എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് ഹേമന്ത് ഒന്ന് പുഞ്ചിരിച്ചു. തൽക്കാലം രജനിയെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അയാൾ ഇടനാഴിയിൽ നിന്ന് അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന 76-ാം നമ്പർ വാർഡിലേക്ക് കയറി ചെന്നു. കരുണാകരക്കുറുപ്പ് അപ്പോൾ ചായയും ദോശയും കഴിക്കുകയായിരുന്നു. ഓമനയമ്മ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആരാ മോനെ വിളിച്ചേ? ഓമനയമ്മ ചോദിച്ചു. ഓഫീസിൽ നിന്ന് അമ്മേ. ലീവ് നീട്ടാൻ പറ്റത്തില്ല, കഴിയുന്നത്ര വേഗം ചെല്ലണമെന്ന് പറഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാലും നീ 2 ദിവസം വീട്ടിൽ വന്ന് നിന്നിട്ട് പോയാൽ മതി മോനെ. ഓമനയമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചു. നോക്കട്ടെ അമ്മേ. തലേന്ന് രാവിലെ കരുണാകരക്കുറുപ്പിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതോടെ തൊട്ടടുത്ത വീട്ടിലെ ശ്രീധരേട്ടനോട് ഓമനയമ്മ ഓടിച്ചെന്ന് പറഞ്ഞു. ശ്രീധരൻ്റെ മകൻ സതീശിൻ്റെ കാറിലാണ് കുറുപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ICUവിൽ കയറ്റി ECG എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഓമനയമ്മ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഹേമന്തിനെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചത്. ECG റിപ്പോർട്ടിൽ ഗുരുതരമായ ഒന്നും കണ്ടില്ല. ഗ്യാസ് ട്രബിൾ കാരണം നെഞ്ചിൽ ചെറിയൊരു വേദനയുണ്ടായത് മാത്രമായിരുന്നു അത്. എന്നാലും 1 ദിവസം നിരീക്ഷണത്തിൽ കഴിഞ്ഞിട്ട് വിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ കഠിനമായ നിരാശയാണ് ഹേമന്തിന് തോന്നിയത്. വെറുമൊരു ഗ്യാസ് ട്രബിൾ തൻ്റെ ഗുരുവായൂർ യാത്രയെ പൊളിച്ചടുക്കിയല്ലോ. പക്ഷേ രജനിയുടെ വിളി വന്നപ്പോൾ അയാളുടെ നിരാശ
നിശേഷം മാഞ്ഞുപോയി. ഗ്യാസ് ട്രബിളിന് ഇങ്ങനെയും ചില പ്രയോജനങ്ങളുണ്ടല്ലോ എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇനി ഒരു മാസത്തേക്ക് രജനിയുടെ ശല്യം ഉണ്ടാവില്ല. അച്ഛൻ ജീവൻ മരണ പോരാട്ടവുമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ മകൻ്റെ കല്യാണം നടത്തണമെന്ന് മനസാക്ഷികൾ ആരെങ്കിലും ആവശ്യപ്പെടുമോ? കസേര നീക്കിയിട്ട് ഹേമന്ത് ഇരുന്നു. നീ വല്ലതും കഴിച്ചായിരുന്നോടാ? കരുണാകരക്കുറുപ്പിന് പെട്ടെന്ന് പുത്രവാത്സല്യമുണ്ടായി. അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നതാ. ഞാൻ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം, അയാൾ പറഞ്ഞു. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല ഇപ്പോൾ. ഡോക്ടറോട് അപേക്ഷിച്ചാൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കും. എന്നാൽ നീ ചെന്ന് വല്ലതും മേടിച്ച് കഴിച്ചിട്ട് വാ. ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്, കുറുപ്പ് പറഞ്ഞു. കല്യാണ കാര്യമാണ് ഈ പ്രധാന കാര്യമെന്ന് ഹേമന്തിന് തോന്നാതിരുന്നില്ല. കുറേ നാളായി രണ്ടുപേരും നിർബന്ധിക്കുന്നു. അയാൾ ഉഴപ്പി നടക്കുകയായിരുന്നു. കല്യാണം കഴിച്ചാൽ സകല സ്വാതന്ത്ര്യവും തീരില്ലേ? ടൗണിൽ വീട് വാടകയ്ക്കെടുത്ത് അവളെ കൊണ്ട് ചെന്ന് താമസിപ്പിക്കണം. കൃത്യസമയത്ത് വീട്ടിൽ വരണം. ലേറ്റായാൽ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചുകൊണ്ടിരിക്കും. ഒരു സ്വസ്ഥതയും കിട്ടില്ല. പിന്നെ ഏതെങ്കിലും പെണ്ണിൻ്റെ കോൾ വന്നാൽ സംശയമാകും. അതിൻ്റെ പേരിൽ ചോദ്യവും ഉത്തരവും, ചിലപ്പോൾ തല്ലും നടന്നിരിക്കും. അവിവാഹിതൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും സുഖകരം. ഹേമന്ത് വാർഡിൽ നിന്നിറങ്ങി ആശുപത്രിയിലെ ക്യാൻറ്റീനിലേക്ക് ചെന്നു. സ്ത്രീകൾ നടത്തുന്ന ക്യാൻറ്റീനായിരുന്നു അത്. മാനേജർ ഒരു സ്ത്രീ, വെപ്പുകാരും വിളമ്പുകാരും സ്ത്രീകൾ. അയാൾ ചെന്ന് ഒഴിഞ്ഞൊരു ടേബിളിൻ്റെ അടുത്തിരുന്നു. യൂണിഫോം ധരിച്ച് തലയിൽ ഹെയർ ക്യാപ്പ് വെച്ച ഒരു ചെറുപ്പക്കാരി അയാളുടെ അടുത്തേക്ക് ചെന്നു. കണ്ടാലൊരു സുന്ദരി. സാറിന് എന്താ വേണ്ടേ? അവൾ സൗഹൃദത്തോടെ ചോദിച്ചു. സാറിന് തരാൻ എന്താ ഉള്ളത്? അയാളുടെ ചോദ്യം കേട്ട് അവളുടെ മുഖത്ത് ചെറിയൊരു ലജ്ജ തെളിഞ്ഞു. ഇടിയപ്പവും അരിപ്പുട്ടും ദോശയും ഇഡലിയും ഉണ്ട്. പൊറോട്ടയുണ്ടോ? കിട്ടാത്തത് ആവശ്യപ്പെടാനായിരുന്നു ഹേമന്തിന് ഇഷ്ടം. ആരോഗ്യത്തിന് ഹാനികരമായതൊന്നും ഇവിടെ ഉണ്ടാക്കത്തില്ല ഞങ്ങൾ. പൊറോട്ട കഴിക്കരുത്, മൈദ വെറും പശയാണ്. ഇപ്പോൾ കഴിക്കാൻ വരുന്നവരുടെ നന്മ കൂടി ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ, അയാൾ പ്രശംസ പോലെ പറഞ്ഞു. അതെ. എന്താണ് ഇയാളുടെ പേര്? ലതിക. എങ്കിൽ ലതികയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവാ. പുഞ്ചിരിയോടെ അവൾ പിന്തിരിഞ്ഞ് നടന്നു. അയാളുടെ കണ്ണുകൾ അവളെ വിടാതെ പിന്തുടർന്നു. നല്ല മനോഹരമായ നടപ്പ്, നല്ല താളം. മേശപ്പുറത്ത് മെല്ലെ താളമിട്ട് അയാളിരുന്നു. ലതിക, നല്ല പേര്. ഇന്ന് തന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറോട് പറയണോ? നാളെ പോയാലും പോരെ? ഒരു പ്ലേറ്റിൽ പുട്ടും കടലക്കറിയുമായി ലതിക വന്നു. അവൾ അത് ഹേമന്തിൻ്റെ മുന്നിൽ വെച്ചു. അപ്പോഴാണ് കൈവിരലുകളിൽ അവൾ മൈലാഞ്ചി അണിഞ്ഞിട്ടുണ്ടെന്ന് അയാൾ കണ്ടത്. പുട്ടിനെന്താ പ്രത്യേകത? അയാൾ ചോദിച്ചു. ഞങ്ങൾ തന്നെ പൊടിച്ചുണ്ടാക്കിയതാ, ആവിയിൽ വേവിച്ചെടുത്തതുമാണ്. മറ്റു ധാന്യങ്ങളൊന്നും ചേരുന്നില്ല. കടലയും പുട്ടും സമീകൃത ആഹാരമാണ്. വെരി ഗുഡ്. സാറിന് കുടിക്കാൻ ചായ മതി. ചായയും കാപ്പിയും അധികം കുടിക്കരുത്. ദിവസം 1-2 ആകാം. പഞ്ചസാര കഴിയുന്നതോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഷുഗറൊന്നുമില്ല ലതികേ. പ്രമേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതോറും നമ്മുടെ കരളിൻ്റെ ജോലി ഭാരം ഏറുകയാണ്. എൻ്റെ കരളല്ലേ? അതുകൊണ്ട് ലതികയ്ക്ക് എന്താ നഷ്ടം? കളിമട്ടിൽ അയാൾ ചോദിച്ചു. ആരുടേതായാലും കരൾ നശിപ്പിക്കാതിരിക്കുന്നതാണ് സാർ നല്ലത്. എങ്കിൽ എനിക്ക് ചായയും കാപ്പിയും വേണ്ട. ഇന്നു മുതൽ ഞാൻ പഞ്ചസാരയും ഉപയോഗിക്കുന്നില്ല. ലതികയുടെ ഉപദേശം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് സാർ? ലതികയെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട്. വീണ്ടും അവളുടെ മുഖത്ത് ലജ്ജയുടെ ഒരു നിഴൽ തെളിഞ്ഞു. എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട് സാർ. അവൾ അപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ഹേമന്ത് രുചിയോടെ പുട്ടും കടലയും കഴിച്ചു. ലതിക ബില്ല് കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നു. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് തോന്നുന്നു. നല്ലത്. ആശുപത്രിവാസം ആവശ്യമില്ലാതെ നീട്ടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു വിഷമം. അതെന്താ? ഇന്ന് പോയാൽ അത്താഴം കഴിക്കാൻ എനിക്കിവിടെ വരാൻ പറ്റത്തില്ലല്ലോ. ഓ അങ്ങനെ, അവൾ ചിരിച്ചു. എങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ വരും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ് സാർ? ലതികയെ കാണാൻ. പെട്ടെന്ന് അവളുടെ ചിരി മാഞ്ഞു. എന്താ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? അല്ല, കസ്റ്റമേഴ്സുമായി ആവശ്യമില്ലാതെ അടുപ്പത്തിനൊന്നും പോകരുതെന്നുള്ളത് ഇവിടുത്തെ നിയമമാണ്. ശരി, ഞാൻ വരുന്നില്ല. നിയമം നമ്മളായിട്ട് തെറ്റിക്കണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. കാണാൻ ഭംഗിയുള്ള വിരലുകളാണ് തൻ്റേത്. ലതികയുടെ മുഖം വീണ്ടും ചുവന്നു. എൻ്റെ പേര് ഹേമന്ത്. അച്ഛൻ്റെ പേര് കരുണാകരക്കുറുപ്പ്. അമ്മയുടെ പേര് ഓമനയമ്മ. അച്ഛൻ കിടക്കുന്നത് 76-ാം നമ്പർ മുറിയിൽ. ഇത്രയും കാര്യം വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വേറൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അയാൾ ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്ന് ബില്ലിൻ്റെ പണം കൊടുത്തിട്ട് വാർഡിലേക്ക് പോയി. ഹേമന്ത് ചെന്നപ്പോൾ കരുണാകരക്കുറുപ്പും ഓമനയമ്മയും ഗൗരവത്തോടെ എന്തോ സംസാരിക്കുകയായിരുന്നു. അയാളെ കണ്ട് അവർ പെട്ടെന്ന് സംസാരം നിർത്തി. അച്ഛനിപ്പോൾ നല്ല സുഖമുണ്ട് മോനെ. നീ പോയപ്പം ആ നേഴ്സ് വന്നായിരുന്നു. ആ കൊച്ചു പറയുന്നത് ഡോക്ടറോട് ചോദിച്ചാൽ വേണേൽ ഇന്ന് തന്നെ വിടുമെന്നാ. വീട്ടിൽ ചെന്ന് മരുന്ന് കഴിച്ചാൽ മതിയല്ലോ, ഓമനമ്മ അറിയിച്ചു. ഓ, എന്തിനാ അമ്മേ റിസ്ക് എടുക്കുന്നത്? വീട്ടിൽ ചെന്ന് രാത്രിയിൽ വീണ്ടും നെഞ്ചുവേദന ഉണ്ടായാൽ പിന്നെ കൊണ്ടുവരണ്ടായോ? അങ്ങോട്ട് ചോദിക്കണ്ട. ഡോക്ടർ പറഞ്ഞിട്ട് നാളെയോ മറ്റന്നാളോ വീട്ടിൽ പോയാൽ മതി. അതുവരെ നീ ഇവിടെ കാണുമോ? കുറുപ്പ് ചോദിച്ചു. കാണും, ലീവ് നീട്ടാം. എന്നാൽ അത് മതി. അച്ഛനെ വീട്ടിൽ കൊണ്ട് ചെന്നാലും ഒരു ദിവസം കൂടി നീ അവിടെ വേണം, ഓമനമ്മ പറഞ്ഞു. അതെന്തിനാ അമ്മേ? കാട്ടുങ്ങൽ വരെ ഒന്ന് പോകണം. തൊട്ടടുത്ത സ്ഥലമാണ് കാട്ടുങ്ങൽ. കാര്യം
നമ്മുടെ തുണ്ടത്തിലെ കൊച്ചമ്മണി നിനക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടി കാണാൻ നല്ല വെളുത്ത സുന്ദരിയാ. നിനക്ക് നല്ല ചേർച്ചയുണ്ടായിരിക്കുമെന്നാ അമ്മണി പറഞ്ഞേ. തുടക്കത്തിലെ എതിർക്കണ്ട എന്ന് വിചാരിച്ച് ഹേമന്ത് ഒന്നും മിണ്ടിയില്ല. ഒരാണും പെണ്ണുമാ ശിവശങ്കരന്. പെണ്ണാ മൂത്തത്. അവൾ BA പാസ്സായി നിൽക്കുക. അനിയൻ കൊച്ചൻ കോളേജിൽ പഠിക്കുക. കല്യാണം കഴിഞ്ഞാൽ കൊച്ച് നമ്മുടെ വീട്ടിൽ നിന്നോളും. ഞങ്ങൾക്കൊരു കൂട്ടായല്ലോ. ആഴ്ചയിലൊരിക്കൽ നിനക്ക് വരാൻ പറ്റത്തില്ലേ? പെണ്ണ് വീട്ടിൽ തന്നെ നിന്നോളും എന്ന് കേട്ടപ്പോൾ ഹേമന്തിന് കൊള്ളാമല്ലോ എന്ന് തോന്നി. ആഴ്ചയിലൊരിക്കൽ വന്നാൽ മതിയല്ലോ. അത് അഡ്ജസ്റ്റ് ചെയ്യാം. ആഴ്ചയിലൊരിക്കൽ വരാമമ്മേ. 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റും. അയാൾ സമ്മതിച്ചു. അവർ നിന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അമ്മണിയെ നിർബന്ധിക്കുക നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ. മറ്റന്നാൾ ചെല്ലാമെന്ന് ഞാൻ അവളോട് പറയട്ടെ. പാതി സമ്മതമെന്ന മട്ടിൽ അയാൾ മൂളി. അമ്മണി നിന്നെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അമ്മയും കൂടെ പോയിക്കൊള്ളാം. വയ്യാണ്ടിരിക്കുന്ന നേരത്ത് അച്ഛൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ പോകാം അമ്മേ. അയാൾ സമ്മതിച്ചു. ഹേമന്ത് അന്നത്തെ പത്രമെടുത്ത് നിവർത്തിക്കൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. ലതികയുടെ നമ്പർ കിട്ടാൻ എന്താണ് വഴി? പത്രം വായിക്കാതെ അയാൾ അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് വെറുതെ ഇരുന്നു. 4 മണിയായപ്പോൾ സ്കൂൾ വിട്ടു. ഹോസ്റ്റലിലേക്ക് പോകുന്ന കാര്യമോർത്തപ്പോൾ ശ്രീജയ്ക്ക് മടുപ്പ് തോന്നി. വന്ദന ഓഫീസ് വിട്ട് വരുമ്പോൾ 6 മണിയാകും. ചിലപ്പോൾ 6:30 കഴിയും. 7 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ ചെന്നാൽ മതി. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്ന കാര്യമോർത്തപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാതെ ശ്രീജ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നു. കവിതേച്ചിയെ കണ്ട് സംസാരിക്കാം. 5 മണിയായിട്ടേ കവിതേച്ചിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. അവൾ ചെന്നപ്പോൾ കവിത സീറ്റിലുണ്ടായിരുന്നു. തിരക്കൊക്കെ അവസാനിച്ചിരുന്നു. വാ ശ്രീജ, ഇവിടെ ഇരിക്കേ. അവൾ ക്ഷണിച്ചു. കവിതയുടെ മേശയ്ക്കടുത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന കസേരയിൽ അവളിരുന്നു. ഹേമന്ത് എന്ത് വിളിച്ചോ? കവിത ചോദിച്ചു. ഇങ്ങോട്ട് വിളിച്ചില്ല ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിച്ചു. അച്ഛൻ ഹോസ്പിറ്റലിലാണ്. ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരല്ലേ, പെട്ടെന്നൊന്നും വിടത്തില്ല, കവിത പറഞ്ഞു. അവർ വെറുതെ സംസാരിച്ചിരുന്നു. 5 മണിയായപ്പോൾ കവിതയും ശ്രീജയും ഓഫീസിൽ നിന്നിറങ്ങി. സ്കൂട്ടറിലാണ് കവിത വരുന്നതും പോകുന്നതും. വണ്ടിയിൽ കയറ്, അവൾ ശ്രീജയോട് ആവശ്യപ്പെട്ടു. ഹോസ്റ്റലിൽ അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം ചേച്ചി. വീട്ടിലേക്ക് പോകാം. ചായ കുടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോയാൽ മതി. എങ്കിൽ വരാം. അവൾക്ക് സന്തോഷമായി. അവർ കവിതയുടെ വീട്ടിലേക്ക് പോയി. ഇടയ്ക്ക് ബേക്കറിയിൽ കയറി ഉഴുന്നുവടയും പരിപ്പുവടയും വാങ്ങി. എനിക്കിഷ്ടം ഉഴുന്നുവടയാ, പ്രസാദായിരുന്നു പരിപ്പുവടയും. നല്ല പൊരുത്തമാ ഭാര്യയും ഭർത്താവും തമ്മിൽ, ശ്രീജ കളിയാക്കി. നീ പോടി. വേറെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല പൊരുത്തമാ. ഏത് കാര്യത്തിൽ? അതിൻ്റെ മറുപടി അവളുടെ ചെവിയിലാണ് കവിത പറഞ്ഞത്. അത് കേട്ട് ശ്രീജ നാണിച്ചു പോയി. അയ്യോ, ഈ ചേച്ചിയുടെ നാക്കിന് ഒരു ബെല്ലും ബ്രേക്കുമില്ല. കവിത പൊട്ടിച്ചിരിച്ചു. അവർ വീട്ടിലെത്തി. കവിത ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രസാദ് ചന്ദ്രൻ വന്നത്. അല്ല, ഇന്ന് വിരുന്നുകാരിയുമുണ്ടോ? ശ്രീജയെ കണ്ട് അയാൾ കളി പറഞ്ഞു. പ്രസാദേട്ടാ, ഞാൻ വിരുന്നുകാരിയൊന്നുമല്ല, അവൾ പ്രതിഷേധിച്ചു. എന്നാൽ വീട്ടുകാരിയെന്ന് പറയാം. പക്ഷേ ഹേമന്ത് കേട്ടാൽ എന്നെ തല്ലാൻ വരും. എന്തിന്? നിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരിയാക്കിയെന്നും പറഞ്ഞ്. ചേച്ചിക്ക് പറ്റിയ ചേട്ടൻ തന്നെ, ശ്രീജ അറിയാതെ പറഞ്ഞു പോയി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? പ്രസാദ് ചോദിച്ചു. ഞാൻ പറയാം പ്രസാദേട്ട കാര്യം, അടുക്കളയിൽ നിന്ന് കവിത വിളിച്ചു പറഞ്ഞു. അയ്യോ ചേച്ചി വേണ്ട, ശ്രീജ ഓടിച്ചെന്ന് അവളുടെ വായ് പൊത്തി. കവിത ചിരിച്ചു. 3 പേര് ഒന്നിച്ചിരുന്നാണ് ചായ കുടിച്ചത്. കവിതേ, ശ്രീജയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പ്രസാദ് ചോദിച്ചു. ഉണ്ട് പ്രസാദേട്ടാ, ഒരു സങ്കടഭാവം ഉണ്ട്, കവിത പറഞ്ഞു. അത് ഹേമന്തിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്, ശ്രീജ കാരണം പറഞ്ഞു. ഇത് സങ്കടമല്ല, നിരാശയാ, പ്രസാദ് കണ്ടുപിടിച്ചു. നിരാശയോ? ശ്രീജയ്ക്ക് മനസ്സിലായില്ല. അതെ, ഗുരുവായൂർ യാത്ര മുടങ്ങിയതിൻ്റെ നിരാശ. എനിക്ക് എങ്ങോ ഒരു നിരാശയുമില്ല, സന്തോഷമേ ഉള്ളൂ. സത്യം അതല്ല, പലതും പ്രതീക്ഷിച്ചാണ് അവൻ്റെ കൂടെ ചെല്ലുമെന്ന് ഇവൾ സമ്മതിച്ചത്. എറണാകുളത്ത് വരെ ചെന്നപ്പോഴേക്ക് ആ സ്വപ്നം തകർന്നു പോയി. സാരമില്ല, പിറന്നാൾ ഉടനെ വരില്ലെങ്കിലും ഗുരുവായൂരമ്പലം അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. ഹേമന്തിനോട് പറഞ്ഞാൽ മതി, അവൻ നിന്നെ കൊണ്ടുപോകും, വിഷമിക്കേണ്ട, അയാൾ വീണ്ടും മോളെ കളിയാക്കി. കവിതേച്ചി, ഇത് കണ്ടോ? ഈ പ്രസാദറിനോട് ഒന്നും മിണ്ടാതിരിക്കാൻ പറയാമോ? ദേഷ്യം അഭിനയിച്ച് ശ്രീജ പറഞ്ഞു. അത് കേട്ട് കവിതയും പ്രസാദും പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല, ശ്രീജ പരിഭവിച്ചു. ഞങ്ങളെ കാണണമെങ്കിൽ നീ വന്നാൽ മതി, കവിത പറഞ്ഞു. അപ്പോൾ എന്നെ കാണണമെന്ന് നിങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹമില്ലേ? അവൾ തിരിച്ചു ചോദിച്ചു. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? നീയല്ലാതെ വേറെ ആരും ഒന്ന് കയറി വരാൻ പോലും ഞങ്ങൾക്കില്ല, കവിത പറഞ്ഞു. എന്നാൽ ഞാൻ വരും. 3 പേരും പൊട്ടിച്ചിരിച്ചു. അന്ന് 6 മണി കഴിഞ്ഞിട്ടാണ് ശ്രീജ ഹോസ്റ്റലിലേക്ക് പോയത്. പാവം പെണ്ണ്, കവിത പറഞ്ഞു. പെണ്ണുങ്ങൾ അധികം പാവമാകാനും പാടില്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള തൻ്റെ ഇടം കൂടി വേണം. കണ്ടില്ലേ, അവനൊന്ന് ക്ഷണിച്ചപ്പോഴേക്ക് അവൾ ഭാഗമെടുത്ത് ചാടി പുറപ്പെട്ടത്, പ്രസാദ് പറഞ്ഞു. അത് പെണ്ണുങ്ങൾക്ക് ആത്മാർത്ഥത കൂടുതലുള്ളതുകൊണ്ടാണ്. സ്നേഹിച്ചാൽ അവർ ജീവൻ വരെ കൊടുക്കും. ആണുങ്ങൾ അങ്ങനെയല്ല, സ്വാർത്ഥരാണ്. അവനവൻ്റെ സുഖം മാത്രമാണ് അവർക്ക് പ്രധാനം. പ്രസാദ് അത് കേട്ട് ചിരിച്ചു. അത്തരം ആണുങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെയും ചേർത്തിട്ടുണ്ടോ? അയ്യോ ഇല്ല, എൻ്റെ പ്രസാദേട്ടൻ അവരെ പോലെയല്ല. നന്മ നിറഞ്ഞ മനസ്സുള്ളവനാണ്, സ്നേഹസമ്പന്നൻ. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് പ്രസാദ് ഓഫീസിലിരിക്കുമ്പോഴാണ് ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നത്.
ഇത് ജെയ്സൺ ഇലക്ട്രിക്കൽസിൻ്റെ റീജിയണൽ ഓഫീസറല്ലേ? ഒരു സ്ത്രീസ്വരം ചോദിച്ചു. അതെ, പ്രസാദ് പറഞ്ഞു. എൻ്റെ പേര് രജനി. എറണാകുളത്ത് എക്സലൻ്റ് ഇലക്ട്രിക്കൽസിൽ നിന്നാണ് വിളിക്കുന്നത്. അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടി. കമ്പനിയുടെ പ്രധാന കസ്റ്റമറുകളിൽ ഒരാളാണ് എക്സലൻ്റ് ഇലക്ട്രിക്കൽസ്. സെയിൽസ് എക്സിക്യൂട്ടീവ് ഹേമന്ത് സാറിനെ ഞാൻ പലവട്ടം വിളിച്ചു, പക്ഷേ മൊബൈൽ എടുക്കുന്നില്ല. പേരെന്താണെന്ന് പറഞ്ഞത്? രജനി. എന്തെങ്കിലും പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യാനുണ്ടോ? ഞങ്ങൾ അത് അത് അവൾ പറയാൻ മടിച്ചു. രജനിക്ക് എന്താ വേണ്ടത്? പ്രസാദ് ചന്ദ്രൻ ചോദിച്ചു. ഹേമന്ത് സാർ ഈ ആഴ്ച എറണാകുളത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടില്ല. എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയാണ്. ഹേമന്തിൻ്റെ അച്ഛനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഹേമന്ത് ഇനി എന്ന് തിരിച്ചു വരുമെന്നറിയില്ല. ഞാൻ പലവട്ടം വിളിച്ചു, പക്ഷേ മൊബൈൽ എടുക്കുന്നില്ല. സൈലൻറ്റിലായിരിക്കും. ഹോസ്പിറ്റലിൽ വെച്ച് മൊബൈലിൽ സംസാരിക്കാൻ പാടില്ലായിരിക്കും. അതിരിക്കട്ടെ, രജനി എക്സലൻ്റ് ഇലക്ട്രിക്കൽസിലാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്? അതെ. അരവിന്ദാക്ഷനല്ലേ അതിൻ്റെ ഓണർ? അതെ. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. സാർ ഏരിയ മാനേജർ പ്രസാദ് ചന്ദ്രനാണോ? അതെ. ഹേമന്ത് സാർ ഒരു ദിവസം സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ചോദിച്ചേ. ഹേമന്ത് സാർ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതാ സാറിൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചേ. സാരമില്ല. എന്തെങ്കിലും അവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. ലോറി പാഴ്സൽ സർവീസ് വഴി അയച്ചേക്കാം. ശരി സാർ. ഇയാൾ ഹേമന്തുമായി നല്ല കൂട്ടാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. ഹേമന്ത് സാർ ഇവിടെ എല്ലാവരോടും വലിയ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ടാണ് ഞാൻ. ശരി രജനി, ഹേമന്ത് വിളിക്കുമ്പോൾ ഞാൻ പറയാം. താങ്ക് യു സാർ. റിസീവർ വെച്ചിട്ട് പ്രസാദ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. രജനി എന്ന ആ പെണ്ണിൻ്റെ വിളി ഒരു സാധാരണ വിളിയല്ലെന്ന് അയാൾക്ക് തോന്നി. ഹേമന്തുമായി നല്ല അടുപ്പമുള്ളതുപോലെ. കമ്പനി ആവശ്യത്തിന് വേണ്ടിയാണോ അവൾ വിളിച്ചതെന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ ഈ രജനി കാണാതെ ഇത്തിരി നല്ലതായിരിക്കും. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവൻ അവളെ സംസാരിച്ച് സുഖിപ്പിച്ചും കാണും. പെണ്ണിനിപ്പോൾ അവനെ കാണാതിരിക്കാൻ വയ്യെന്നായിട്ടുണ്ടാവും. ശ്രീജ ഇത് വല്ലതും അറിയണം. ഉടൻ തന്നെ ഹേമന്തിനെ പ്രസാദ് വിളിച്ചു. രജനി പറഞ്ഞതുപോലെ സ്വിച്ച് ഓഫ് ആയിരുന്നു അത്. പിന്നെ അയാൾ ഹേമന്തിൻ്റെ കമ്പനി വക മൊബൈലിൽ വിളിച്ചു. അതൊരിക്കലും സ്വിച്ച് ഓഫ് ചെയ്തു വയ്ക്കാൻ പാടില്ലെന്നാണ് നിബന്ധന. ആ ഫോണിൽ നിന്ന് സ്വകാര്യ വിളികളും പാടില്ല. കമ്പനി വക ഫോൺ ഓഫ് ചെയ്തു വച്ചിട്ടില്ല. ബെൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ പ്രസാദേട്ടാ? ഹേമന്ത് പെട്ടെന്ന് കോൾ എടുത്തു. നീ എവിടെയാണിപ്പോൾ? ഹോസ്പിറ്റലിലാണ്. നിൻ്റെ അച്ഛനെ എങ്ങനെ ഇരിക്കുന്നു? വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വെറുതെ പേടിപ്പിച്ചതായിരുന്നു ഹോസ്പിറ്റലുകാർ. അപ്പോൾ അറ്റാക്കും അല്ലായിരുന്നോ? അല്ലായിരുന്നു. അച്ഛന് ഗ്യാസിൻ്റെ പ്രോബ്ലം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? എന്തായാലും വീട്ടിലേക്ക് വന്നല്ലേ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം പ്രസാദേട്ടാ. അതുപോലെ മതി. പിന്നെ വേറൊരു കാര്യം കൂടി. നീ രജനി എന്നൊരു പെണ്ണിനെ അറിയുമോ? എങ്ങും തൊടാത്ത മട്ടിൽ പ്രസാദ് ചോദിച്ചു. രജനിയോ? എന്താ, നിനക്ക് ആ പേരുള്ള ആരെയും അറിയില്ലേ? അറിയാം പ്രസാദേട്ടാ. എന്താ കാര്യം? എറണാകുളത്ത് നിന്ന് രജനി എന്ന പേരുള്ള ഒരു പെണ്ണ് ഇപ്പം ഓഫീസ് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ പലവട്ടം വിളിച്ചെന്നും മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അവൾ പരാതി പറഞ്ഞു. നീ എന്തിനാ സെൽ ഓഫാക്കി വയ്ക്കുന്നത്? ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമോ? ഓർഡർ പ്ലേസ് ചെയ്യാൻ പല ഷോപ്പുകാരും വിളിക്കത്തില്ലേ? ഡോക്ടറെ കാണാൻ കയറിയപ്പം സെൽ ഓഫ് ചെയ്തു വെച്ചതാ പ്രസാദേട്ടാ. പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയതാ. രജനി എന്തിനാ വിളിച്ചത്? അവൾ കാര്യമൊന്നും പറഞ്ഞില്ല. നീ ഈ ആഴ്ച ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നില്ല. കാര്യമെന്തെന്നറിയാനാ പറഞ്ഞത്. ശരി, ബുധനാഴ്ച ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാ. എറണാകുളം ജില്ല അന്നാണല്ലോ ഞാൻ കവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന്. അതുകൊണ്ട് നീ ലീവാണെന്ന്. അത് നന്നായി. എന്നാൽ അവളോടൊന്ന് വിളിച്ചു ചോദിക്കേ കാര്യം എന്താണെന്ന്. വല്ല ഓർഡറും പ്ലേസ് ചെയ്യാനാണെങ്കിലോ? ഇപ്പം തന്നെ ഞാൻ വിളിക്കാം. അതോ ഇനി വല്ല ചുറ്റിക്കളിയും ഉണ്ടോടാ? സംസാരിച്ചപ്പം അവൾക്കൊരു പരുങ്ങലുണ്ടായിരുന്നു. കളിമട്ടിൽ പ്രസാദ് ചോദിച്ചു. അയ്യോ എൻ്റെ പ്രസാദേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ ഗ്ലാമർ കാണുമ്പോൾ പെമ്പിളർക്കൊക്കെ ഒരു ഇളക്കം ഉണ്ടാകുമായിരിക്കും, അല്ലാതെ വേറൊന്നുമില്ല. ശ്രീജയെ നീ വിഷമത്തിലാക്കല്ലേ. നിന്നെ തന്നെ ധ്യാനിച്ചിരിക്കുക അവൾ. അത് പിന്നെ എനിക്കറിയത്തില്ലേ. ശ്രീജയെ വിട്ടൊരു കളിയില്ല എനിക്ക്. ശരി, എത്രയും വേഗം വരാൻ നോക്ക്. പ്രസാദ് കോൾ കട്ട് ചെയ്തു. അന്ന് അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 മണിയായി. റോഡിൽ നല്ല തിരക്ക്. ടൗണിലെ ഏറ്റവും വലിയ തിയേറ്ററിൻ്റെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ റോഡിലേക്ക് വരെ ക്യൂ എത്തിയിരുന്നു. മോഹൻലാലിൻ്റെ പുതിയ പടമാണ് ഓടുന്നത്. മോഹൻലാലിൻ്റെ വലിയ ഫാനാണ് കവിത. അയാൾ വീട്ടിൽ ചെന്നപ്പോൾ അടുക്കളയിൽ ആരുടെയോ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീജ വന്നിട്ടുണ്ടെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. രജനി എന്നൊരു പെണ്ണ് വിളിച്ച കാര്യം അവളോട് തമാശ മട്ടിൽ പറഞ്ഞാലോ എന്ന് അയാൾ ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, പെണ്ണുങ്ങൾ ലോലഹൃദയരാണ്. അവൾക്കത് സഹിച്ചെന്ന് വരില്ല. അതിൻ്റെ പേരിൽ അവൾ ചിലപ്പോൾ ഹേമന്തിനെ വിളിച്ച് വഴക്കിട്ടെന്ന് വരും. താനെന്തിനാ അവരുടെ പ്രണയത്തിൽ ഇടങ്കോലിടുന്നത്? വേഷം പോലും മാറ്റാതെ പ്രസാദ് കിച്ചണിലേക്ക് ചെന്നു. കവിതയും ശ്രീജയും കൂടി എന്തോ പലഹാരമുണ്ടാക്കുകയാണ്. എന്തായാലും എൻ്റെ ഭാര്യയ്ക്കൊരു അസിസ്റ്റൻറ്റിനെ കിട്ടിയല്ലോ. സന്തോഷം. മിണ്ടാനും പറയാനും ആരുമില്ലെന്നുള്ള പരാതിയും തീർന്നു, അയാൾ പറഞ്ഞു. അത് കേട്ട് കവിത തിരിഞ്ഞു നോക്കി ചിരിച്ചു. മിണ്ടാനും പറയാനും കവിതേച്ചിക്ക് പ്രസാദേട്ടനുണ്ടല്ലോ. വേറെ ആരെ വേണം? ശ്രീജ പറഞ്ഞു.
എന്നോട് സംസാരിച്ച അവൾ മടുത്തു ശ്രീജെ. തന്നെയുമല്ല, ഭർത്താവിനോട് പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ടല്ലോ. കൂട്ടുകാരിയോടെ ആവുമ്പോൾ എന്തു സംസാരിക്കാം. ഭർത്താവിനോട് പറയാൻ പറ്റാത്ത രഹസ്യങ്ങളൊന്നും എനിക്കില്ല എൻ്റെ പ്രസാദേട്ടാ. അല്ല, ഞാൻ പൊതുവായി പറഞ്ഞതേ ഉള്ളൂ. അതിരിക്കട്ടെ, ഇന്ന് ചായയോടൊപ്പം എന്താ കടി? അത് കയ്യിൽ കിട്ടുമ്പോൾ അറിഞ്ഞാൽ മതി. കവിത രഹസ്യം വിട്ടുകൊടുത്തില്ല. കയ്യിൽ കിട്ടുമ്പോൾ കടി മാത്രമല്ല, വേറെ പലതും പ്രതീക്ഷിക്കാം, അയാൾ അർത്ഥം വെച്ച് പറഞ്ഞു. പ്രസാദേട്ടാ, ഇവിടെ കെട്ടുപ്രായം തികഞ്ഞ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണേ. വേണ്ടാത്തതൊന്നും പറയണ്ട, കവിത അയാളെ ശാസിച്ചു. ശ്രീജ മുഖം കുഞ്ചു നിന്ന് അടക്കി ചിരിച്ചു. കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന പെണ്ണ് എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നതാ കവിതയെ നല്ലത്. പ്രസാദേട്ടനായിട്ട് അത് പഠിപ്പിക്കണ്ട. അതിനവൾ വേറെ ആളിനെ കണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ, ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ലജ്ജയോടെ ശ്രീജ അവളുടെ കൈത്തണ്ടയിൽ നോവിക്കാതെ നുള്ളി. അയ്യോ, ഞാനിതാ പിൻവാങ്ങുന്നു. നിങ്ങൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യേ. പ്രസാദ് ബെഡ്റൂമിലേക്ക് പോയി വേഷം മാറ്റി മുണ്ടെടുത്തു. വീട്ടിൽ ഷർട്ട് ധരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. എങ്കിലും ശ്രീജയുള്ള സ്ഥിതിക്ക് ഷർട്ടിടാതെ അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നതും ശരിയല്ലല്ലോ. അയാൾ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കവിത അയാളെ വിളിച്ചു. പ്രസാദേട്ടാ വാ, ചായ റെഡി. അയാൾ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് ചെന്നു. ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന കൊഴുക്കട്ടകൾ നിരത്തി വെച്ചിരിക്കുന്നു. തേങ്ങാപ്പീരയും പഞ്ചസാരയും കുഴച്ച് ഉള്ളിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ആ അരിപ്പലഹാരം അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. കടിക്കുന്നത് സൂക്ഷിച്ചു വേണം, നല്ല ചൂടാണ്, നാവ് പൊള്ളും, ചിരിയോടെ കവിത പറഞ്ഞു. വേഗോളം കാത്തിരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ചിലർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. ശ്രീജയെ ഉദ്ദേശിച്ചാണ് പ്രസാദ് അത് പറഞ്ഞത്. അവൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. കണ്ടോ ചേച്ചി, പ്രസാദേട്ടൻ എന്നെ കളിയാക്കുന്നത്? അവൾ ചിണുങ്ങി. അതിന് പ്രസാദേട്ടൻ നിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യം മനസ്സിലായെങ്കിലും അത് മറച്ചുവെച്ച കവിത അയാളുടെ പക്ഷം ചേർന്നു. എനിക്കറിയാം, ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ട. അവൾ പരിഭവം നടിച്ചു. നീ പിണങ്ങണ്ട ശ്രീജെ. കല്യാണം കഴിച്ചു കഴിയുമ്പോഴേ അതിൻ്റെ കാരണം നിനക്ക് മനസ്സിലാവൂ, കവിത പറഞ്ഞു. കവിതേ, നമുക്ക് ലാലിൻ്റെ പുതിയ പടം കാണാൻ പോകണ്ടായോ? ടിക്കറ്റ് കിട്ടാൻ വലിയ പാടാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ റോഡ് വരെ ഉണ്ടായിരുന്നു ക്യൂ. പെട്ടെന്ന് ഓർത്തപ്പോൾ പ്രസാദ് പറഞ്ഞു. നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാം പ്രസാദേട്ടാ. അന്നേരം വലിയ തിരക്ക് കാണത്തില്ല. തന്നെയുമല്ല, ഓൺലൈൻ റിസർവേഷൻ ഉണ്ടല്ലോ, ക്യൂവിൽ നിൽക്കണ്ട, കവിത പറഞ്ഞു. അത് നേരാ, ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം, അയാൾ ഏറ്റു. തിയേറ്ററിൽ പോയി ഞാനൊരു സിനിമ കണ്ടിട്ട് ഒത്തിരി നാളായി. വന്ദനയ്ക്ക് സിനിമ ഇഷ്ടമല്ല. മാറ്റിനിക്കാണേലും ഒറ്റയ്ക്ക് പോകാനൊരു മടി, ശ്രീജ സങ്കടം പറഞ്ഞു. ഹേമന്തിനോട് പറഞ്ഞ പോരെ, കൊണ്ടുപോകത്തില്ലേ? പ്രസാദ് ചോദിച്ചു. എന്നോട് പലവട്ടം ഹേമന്ത് പറഞ്ഞതാ, ഞാനാ സമ്മതിക്കാഞ്ഞേ. തിയേറ്ററിൽ എൻ്റെ സ്റ്റുഡൻസോ അവരുടെ പേരൻസോ ഒക്കെ കാണും. അവരുടെ മുന്നിൽ ചമ്മാൻ വയ്യ എനിക്ക്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നാളെ വൈകുന്നേരം എങ്ങ് വാ, നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാം. ഹോസ്റ്റലിൽ പറഞ്ഞിട്ട് വന്നാൽ മതി. രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോയാൽ മതിയല്ലോ, കവിത പറഞ്ഞു. അതൊരു നല്ല ഐഡിയയാണ്, ശ്രീജയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3 ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? പ്രസാദ് ചോദിച്ചു. ഓക്കെ. ചായ കുടിച്ച് സന്തോഷത്തോടെ ശ്രീജ പോയി. കരുണാകരക്കുറുപ്പിനെ അന്ന് ഡിസ്ചാർജ് ചെയ്തില്ല. നാളെ പോയാലും മതിയല്ലോ എന്ന് ഹേമന്ത് ചെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഡോക്ടർ സമ്മതിച്ചത്. അച്ഛന് രാത്രിയിൽ കഴിക്കാൻ എന്താ വേണ്ടത്? സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞപ്പോൾ ഹേമന്ത് ചെന്ന് കരുണാകരക്കുറുപ്പിനോട് ചോദിച്ചു. എനിക്ക് കഞ്ഞി മതി മോനെ, അയാൾ പറഞ്ഞു. അമ്മയ്ക്കോ? 2 കഞ്ഞി മേടിക്ക്, ഞാനും കുടിച്ചോളാം, ഓമനയമ്മ പറഞ്ഞു. ശരി അമ്മേ. കാൻറ്റീനിലേക്ക് പോകാനായിരുന്നു ഹേമന്തിന് ധൃതി. കഞ്ഞിക്കുള്ള സ്റ്റീൽ തൂക്കുപാത്രമെടുത്ത് ഓമനയമ്മ അയാളുടെ കയ്യിൽ കൊടുത്തു. ലതിയെക്കുറിച്ചായിരുന്നു കാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ ഹേമന്തിൻ്റെ ചിന്ത. എന്തൊരു ഷേപ്പാണ് അവളുടെ ശരീരത്തിന്. ചിരിക്ക് എന്തൊരു ഭംഗിയാണ്. ഇതുപോലെ ഭംഗിയുള്ള ചുണ്ടുകൾ മുമ്പ് കണ്ടിട്ടേയില്ല. മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയെ കണ്ട് മോഹിക്കുന്നത് പോലെയാണ് ഇതെന്ന് അയാൾക്കറിയാമായിരുന്നു. എങ്കിലും അയാൾ ചെന്നപ്പോൾ ലതിക ഒരു ചെറുപ്പക്കാരന് ചപ്പാത്തിയും കറിയും കൊണ്ടുചെന്ന് കൊടുക്കുകയായിരുന്നു. അയാൾ എന്തോ പറഞ്ഞു. അവൾ അത് കേട്ട് ചിരിച്ചു. അത് കണ്ടപ്പോൾ സഹിച്ചില്ല ഹേമന്തിന്. നല്ല തിരക്കുണ്ടായിരുന്നു കാൻറ്റീനിൽ. ലതികയെ കൂടാതെ വേറെ 2-3 സ്ത്രീകൾ കൂടിയുണ്ടായിരുന്നു സപ്ലയറായിട്ട്. ഒരു ഒഴിഞ്ഞ കസേര കണ്ടുപിടിച്ച് അയാളിരുന്നു. വേറൊരു സപ്ലയറാണ് അയാളുടെ അടുത്തേക്ക് വെച്ചെന്നത്. എന്ത് വേണം സാർ? അവൾ ചോദിച്ചു. 2 കഞ്ഞി, വേറൊന്നും വേണ്ട. അവൾ കഞ്ഞിയുടെ പാത്രവും വാങ്ങിക്കൊണ്ടുപോയി. അപ്പോഴാണ് അയാളെ ലതിക കണ്ടത്. സാറിൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? അവൾ അത്ഭുതഭാവത്തിൽ ചോദിച്ചു. അവളുടെ പ്രസന്നമായ ചോദ്യം കേട്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന കാലുഷ്യം മുഴുവൻ ആവിയായിപ്പോയി. നാളെയെ ഡിസ്ചാർജ് ചെയ്യൂ, നാളെ വിട്ടാൽ മതിയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതുപോലെ എനിക്ക് ലതികയെ കാണാൻ കഴിഞ്ഞത്. സാറിന് കഴിക്കാൻ എന്താ വേണ്ടത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. എന്തായാലും മതി, ലതികയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. പാലപ്പവും വെജിറ്റബിൾ സ്റ്റ്യൂവും കൊണ്ടുവരട്ടെ? അച്ഛന് എന്ത് കൊടുക്കും? കഞ്ഞി പറഞ്ഞിട്ടുണ്ട്. ആരോട്? വേറൊരു സ്ത്രീ വന്നായിരുന്നു, അവർ പാത്രവും കൊണ്ട് പോയിട്ടുണ്ട്. സാറിന് വേണ്ടുന്നത് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ലതികയോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ സാറിനെ കൊണ്ട് ഞാൻ തോറ്റു. അവൾ ചിരിച്ചു കൊണ്ടുപോയി. കഞ്ഞിയുമായി ആദ്യത്തെ സപ്ലയർ വന്നു. ഇനി എന്തെങ്കിലും വേണോ സാറേ? അവൾ ചോദിച്ചു. അപ്പത്തിന് പറഞ്ഞിട്ടുണ്ട്. ആരോട്?
വേറൊരാൾ വന്നു. അയാളൊന്ന് നോക്കിയിട്ട് ബില്ലും കൊടുത്ത് അവൾ പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ അപ്പവും കറിയുമായി ലതിക വന്നു. കഞ്ഞി കിട്ടിയോ? അവൾ ചോദിച്ചു. കിട്ടി. അവൾ അപ്പോൾ തന്നെ പോയി. അയാൾ അപ്പം കഴിച്ചു. മൃദുവായ നല്ല രുചിയുള്ള അപ്പം. സാവധാനമാണ് ഹേമന്ത് കഴിച്ചത്. ലതിക മറ്റ് പലർക്കും ആഹാരം കൊണ്ടു ചെന്ന് കൊടുക്കുന്നത് അയാൾ കണ്ടു. ആകർഷകമായ ചലനങ്ങളായിരുന്നു അവളുടേത്, നല്ല ചുറുചുറുക്കും. ഒടുവിൽ അവൾ ഹേമന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി എന്തെങ്കിലും വേണോ സാർ? വേണം. അപ്പമാണോ? അല്ല, പിന്നെ ഇവിടെ കാൻറ്റീനിൽ കിട്ടാത്ത സാധനമാണ്. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ബില്ലെടുക്കട്ടെ? അവൾ ചെന്ന് ബില്ലുമായി വന്നു. നാളെ ഞങ്ങൾ പോകും, അയാൾ പറഞ്ഞു. നാളെ ഞാൻ ലീവാണ്, അവൾ പറഞ്ഞു. അതെന്താ? വീടിനോട് ചേർന്ന് ഒരു പുതിയ മുറിയുണ്ടാക്കുന്നു. നാളെ പണി തുടങ്ങുമെന്ന്. അതിൻ്റെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വയറും സ്വിച്ച് ബോർഡും ലൈറ്റും ഫിറ്റിങ്സും. ഇലക്ട്രിക്കൽ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കമ്പനി വിലയ്ക്ക് തരാം. ഒരു മുറിക്ക് മാത്രം മതിയെങ്കിൽ സമ്മാനമായിട്ട് തരാനും എനിക്ക് പറ്റും. താങ്ക് യു സാർ. സമയമാകുമ്പോൾ ഞാൻ പറയാം, അവൾ ഏറ്റു. എങ്ങനെ പറയും? എൻ്റെ നമ്പർ അറിയാമോ? ഇല്ല. അയാൾ പെട്ടെന്ന് പേഴ്സിൽ നിന്ന് അയാളുടെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഹേമന്ത് കുമാർ, അവൾ വായിച്ചു. അതെ, 2 മൊബൈൽ നമ്പർ ഉണ്ടല്ലോ. ഏതിൽ വിളിച്ചാലും മതി. വിളിക്കാം സാർ. ലതികയുടെ നമ്പർ തന്നാൽ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എനിക്ക് മൊബൈലില്ല സാർ. ശരി, സമയമാകുമ്പോൾ വിളിക്കണം, മറക്കരുത്. അവൾ തലകുലുക്കി. ഹേമന്ത് അവളെ പ്രേമപൂർവ്വം ഒന്ന് നോക്കിയിട്ട് യാത്ര പറഞ്ഞ് ബില്ലനുസരിച്ചുള്ള പണം കൊടുത്തു. പിന്നെ കാൻറ്റീനിൽ നിന്ന് ഇറങ്ങി. അന്ന് രാത്രി മുഴുവൻ അയാൾ ലതികയെക്കുറിച്ചാണ് ചിന്തിച്ചത്. രാവിലെ ഉണർന്നപ്പോൾ അയാളുടെ മൊബൈലിൽ ഒരു മിസ്ഡ് കോൾ കിടക്കുന്നുണ്ടായിരുന്നു. പരിചയമില്ലാത്ത ഒരു നമ്പർ. ഉടൻ തന്നെ ഹേമന്ത് ആ നമ്പറിൽ വിളിച്ചു. ഗുഡ് മോർണിംഗ് സാർ. ഒരു പെൺസ്വരം. ഗുഡ് മോർണിംഗ്. ആരാണിതെന്ന് മനസ്സിലായോ? ഇല്ല, ആരാ? ഒരു പൊട്ടിച്ചിരിക്ക് ശേഷം കോൾ കട്ടായി. ഹേമന്ത് അത്ഭുതത്തോടെ ഇരുന്നു. കഥ തുടരും.